സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ. ഏറനാട് മണ്ഡലം UDYF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ കോൺഫറൻസ് നടത്തി. എടവണ്ണ പട്ടത്തിരും ഡ്യൂലക്സ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ് BV ശ്രീനിവാസ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. BJPയുടെ B ടീമായാണ് കേരളത്തിൽ CPM പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ടാണ് പ്രതിപക്ഷ വേട്ടയാടൽ കേരളത്തിൽ ഇല്ലാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 63 booth, 7 panchayat mandalam. So last time Rahul ji got 93,000 change votes. This time lead was 56,500. Please ensure aap sab log batana is baar this time how much you are going to give a lead in front of Bashir ji. You have to committed. आप लोग ने मेहनत करके कितना लीड दे सकते हैं? हाउ मच यू आर गोइंग टू गिव ए लीड? जो 60,000 PK Bashir ji said 60,000 leads is going to give. CPM last time got 36,000. This time they are going to lose more. BJP was 6,000. This time BJP is going to take only 500 or 1,000. That should happen in Yarnad. पिनराई विजय की उनके बेटी के लिए, उनके डॉटर के लिए नो ED, नो CBI, नो IT. जो अदर पार्टी लीडर्स, CM in Hemant Soren in Jharkhand purposely, he did nothing, he did purposely. They put a jail because Congress are getting more seat in Lok Sabha in Jharkhand. Because of that they did. In Delhi also, you know very well, in Kejriwal also is in jail. So Narendra Modi डर चुका है, नरेंद्र मोदी डर गया है. So इसीलिए स्केड नरेंद्र मोदी, इसीलिए इस तरीके का ऑपोजिशन लीडर्स को he tried to no opposition, one nation, no election. Their manifesto now they come up with one nation, one election. What I am saying, one nation, no election. They don't want election. They want only तानाशाही, Hitler जैसे काम करने का. Only one leader is always fighting for the nation, 140 crore people. ഏറനാട് MLA PK ബഷീർ, യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി VK ഫൈസൽ ബാബു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടത്തിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. UDYF മണ്ഡലം ചെയർമാൻ യൂസഫ് ആരന്തുടിക അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ KT അഷ്റഫ്, ഗഫൂർ കുറുമാടൻ, KK അബ്ദുള്ളക്കുട്ടി, PP സഫറുള്ള, AW അബ്ദുറഹിമാൻ, EA കരീം, മുഹമ്മദ് ഷിമിൽ, TV അബ്ദുറഹിമാൻ, ഇർഷാദ് ആരന്തുടിക, ഷറഫുദ്ദീൻ കൊടക്കാടൻ, ഷിബിൻ ലാൽ, VP ലുക്മാൻ, S ഷുക്കൂർ, KP മുഹമ്മദ് ഇക്ബാൽ, ഹാരിസ് MC എന്നിവരും പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പിന് കമ്മിറ്റി ചെയർമാൻ ഉണ്ടാവും, കൺവീനർ ഉണ്ടാവും, ട്രഷറർ ഉണ്ടാവും, സാധാരണമായി അത് അതിൻ്റെ ഒരു പ്രക്രിയയിലെ ഒരു ഭാഗമാണ് ഈ ഭാരവാഹി. പക്ഷെ ആ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിന്ന് നയിക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാവരോടും പറഞ്ഞു, ഈ മണ്ഡലത്തിലെ 7 പഞ്ചായത്തിലെ യൂത്ത് വിഭാഗങ്ങളെ നയിക്കുന്ന ആ പ്രദേശത്തെ നേതാക്കന്മാരും പഞ്ചായത്ത് നേതാക്കന്മാരും മണ്ഡലം നേതാക്കന്മാരുമാണ് എൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ആകെ 10 ദിവസം തെരഞ്ഞെടുപ്പ്. നമ്മുടെ സ്ഥാനാർത്ഥി നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു അഭിമാനമായ, നമുക്ക് വളരെ സൗഭാഗ്യം ചെയ്ത ഒരു കൂട്ടരായതുകൊണ്ടാണ് നമുക്ക് രാഹുൽജിയുടെ സ്ഥാനാർത്ഥിയെ കിട്ടിയത്. എന്തായാലും രാഹുൽ ജയിക്കും, അത് ജയിക്കും, അവിടെ എല്ലാ പ്രശ്നവും. 4,31,000 വോട്ടായിരുന്നു കഴിഞ്ഞ വർഷം നമ്മുടെ ഭൂരിപക്ഷം. 5 കൊല്ലം ഈ നിയോജക മണ്ഡലത്തിന്റെ MP ആയി. ഇന്ന് ഇന്ത്യ ഒട്ടാകെ 10,000-ഓളം കിലോമീറ്റർ ബാങ്കിലൊക്കെ യാത്ര നടത്തി. അങ്ങനെയൊക്കെ രാജ്യത്ത് ഏറ്റവും പോപ്പുലറായി ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നേതാവാണ് പ്രിയപ്പെട്ട രാഹുൽ.
അപ്പൊ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് മുൻപിലുള്ള ലക്ഷ്യം. സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. എടവണ്ണയിൽ ആദ്യമായി CPA ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ. CPA ഗോൾഡൻ സിൽവർ, മസ്ജിദ് ബസാർ, എടവണ്ണ.